മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ പാർലമെന്റിലുണ്ടായിരിക്കുന്ന ഭൂരിപക്ഷം കണക്കിലെടുത്തുകൊണ്ട് ആർട്ടിക്കിൾ 390 ഏക സിവിൽ കോഡ്, CAA ഉൾപ്പെടെയുള്ള നിരവധിയായ നിയമങ്ങൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മോഡി ഗവൺമെൻറ് ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പിൻവലിക്കും. വ്യക്തമായി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് അത് ഇംഗ്ലീഷിലായതുകൊണ്ടാണ് മനസ്സിലാകത്തെങ്കിൽ മലയാളത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ കോപ്പി കൊണ്ട് കൊടുക്കാം. വ്യക്തമായി പറയുന്നുണ്ട്. ഇത് മോഡിയും പിണറായിയും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതൊന്നും കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഹിസ്റ്ററി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അങ്ങ് വളരെ വ്യക്തതയോടെ കാര്യം പറയുമ്പോൾ പ്രശ്നമല്ല. അങ്ങയുടെ ദേശീയ പ്രസിഡന്റായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയോടെ നിലപാട് പറയാൻ സാധിക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നാളെ രാത്രി പഠിച്ചിട്ട് നാളെ പറയാവുന്ന പരിഹാസത്തോടെ പ്രശ്നമാണ്. കേരളത്തിലെ നേതാക്കൾ വ്യക്തതയോടെ മറുപടി പറയുമ്പോൾ ദേശീയ നേതാക്കൾ ഡൽഹിയിൽ എത്തുമ്പോൾ ഈ കാര്യത്തിൽ വ്യക്തതയോടെ മറുപടി പറയുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഇന്നലെ വ്യക്തമായ മറുപടി പറഞ്ഞല്ലോ പത്തനംതിട്ടയിൽ. അങ്ങനെയില്ലായിരുന്നു ഇന്നലെ. അല്ല, പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ പറഞ്ഞു. ഡൽഹിയിൽ എത്തിയപ്പോൾ അങ്ങയുടെ ഒരു പാർട്ടി ഡൽഹിയിൽ എത്തിയപ്പോൾ പറഞ്ഞില്ല എന്ന് ആരാണ് പറഞ്ഞത്? പാർലമെന്റ് അകത്തും പുറത്തും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് തന്നെയാണ് മാധ്യമ വിഭാഗത്തിലെ ചെയർമാൻ ജയറാം രമേശ് ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി വോട്ട് പിടിക്കാൻ വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ 3 മാസക്കാലമായി ഇതിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങ് പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്, നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഇതിനെപ്പറ്റി വ്യക്തമായി ധാരണയുണ്ട്, വ്യക്തമായി അറിയാവുന്ന ആളോട് ചോദിക്കുമ്പോൾ പരിഹാസ രൂപേണ ഞാൻ നാളെ പഠിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ അതിന്റെ ചോദ്യത്തിൽ തടിതപ്പോയി അല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഞങ്ങളുടെ മാധ്യമ വക്താവ് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇഷ്യൂ ഇത് മാത്രമാണോ? ഞാൻ ചോദിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 മാസമായി ഇത് മാത്രം പറയുന്നതിനകത്ത് ദുഷ്ടലാക്കില്ലേ? അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയില്ലേ? ദേശീയ പ്രസിഡന്റ് അതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞത്? അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമ്മള് ഇപ്പോ മതേതരത്വം പുലരണം ഒക്കെ നമ്മൾ പറയുമ്പോൾ പോലും നമുക്ക് പവിത്രമാണല്ലോ നമ്മുടെയൊക്കെ പതാകകള്. കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പതാകയൊക്കെ പവിത്രമാണ്. വയനാട്ടിൽ എന്തായാലും ആ കൊടി കാണുന്നില്ല. ഇന്നലെ എന്തായാലും പത്തനംതിട്ടയിൽ ഞങ്ങൾ ഒരു ലീഗിന്റെ കൊടി കണ്ടു. എന്താണ് ഈ കൊടി കിട്ടുന്നതിനോട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് ഇത്ര പ്രശ്നമാണ്? നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡൽഹിയിൽ ഇപ്പോൾ മേ ബി കേജ്രിവാൾ, ഞാനും കേജ്രിവാൾ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വെച്ചിട്ട് ബനിയനിട്ട് ആളുകൾ പോകുന്നു. തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ അവിടെ ഇത്തവണ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ, രാഹുൽ ഗാന്ധി ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ആവിഷ്കരിച്ചതാണ്. പുതിയ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വീകരിക്കുക. കൊടിയെ വേണ്ടതല്ലോ, കൊടി ഞങ്ങളുടെ ഹൃദയത്തിലാണ്. ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഭാഗം കൊടിയെ ഞങ്ങൾ കഴിഞ്ഞ തവണ ഇത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ അത് വിശ്വസിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുള്ള തരത്തിലുള്ള പ്രചാരണം BJP നടത്തുന്നു. അത് ഭയപ്പെട്ടാണോ ഇത്തരത്തിൽ ആ കൊടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും ഞങ്ങൾക്ക് എതിർപ്പുള്ളതല്ല. ഓരോ പാർട്ടിക്കും അവരുടെ കൊടിയോട് മതിപ്പുണ്ട്. ചോദിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ പ്രചരണ രംഗത്ത് പല രീതികൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇന്ന് എല്ലാവരും സ്വീകരിക്കാറുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞേ, ഞാൻ കേജ്രിവാൾ ഒരു മുദ്രാവാക്യം വെച്ചു, രാഹുൽ ഹൃദയത്തിലാണ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്ലക്കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പ്ലക്കാർഡും കൊടിയും കൂടി രണ്ടും കൂടെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് പ്ലക്കാർഡ് മാത്രം പിടിക്കും. നിങ്ങളുടെ ഉപദേശം, താങ്കളുടെ ഉപദേശം സ്വീകരിക്കുക. രാഹുൽ ഗാന്ധി CPM-ന്റെ അന്തർവാരി BJP-യെ കുറിച്ചാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി മോഡിയുടെ ജൂനിയർ പാർട്ണറാണ് എന്നൊരു ആരോപണമാണ്. തീർച്ചയായിട്ടും ജൂനിയർ പാർട്ണറാണ്. ജൂനിയർ പാർട്ണറായിട്ടാണല്ലോ ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ബി ടീമായിട്ടല്ലേ? മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞല്ലോ. രാജ്യത്തെ വിഭജിക്കുന്ന BJP-ക്കെതിരായി 4000 കിലോമീറ്റർ കാശ്മീർ വരെ, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ സഞ്ചരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ ജനങ്ങൾക്ക് ന്യായം കൊടുക്കാൻ വേണ്ടി, നീതി കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം മോഡിക്കെതിരെ ഡയറക്റ്റായിട്ട്
വിമർശിക്കുന്ന ആളാണ്. നരേന്ദ്രമോദിയെ പറ്റി എവിടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പേരെടുത്ത് വിമർശിച്ചിട്ടുള്ള ഒരു സംഭവം എന്നോട് പറയാം. കേരളത്തിൽ വന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത് അങ്ങനെയല്ല ചോദിച്ചത്. ആരെ സഹായിക്കാനാണ്? അല്ല, അങ്ങനെയല്ല ചോദിച്ചത് അങ്ങനെയല്ല ചോദിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി, ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്ന ആളാണ്. കേജ്രിവാൾ ജയിലിലാണ്, ഹേമന്ത് സോറൻ ജയിലിലാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾക്കെല്ലാം ജയിലോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ അനുഭവിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഉദാഹരണം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതൊന്നും ഉണ്ടാകുന്നില്ല? അറസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞു. ഉണ്ടാകാത്തതിന്റെ കാരണം അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം അദ്ദേഹവും ഇടതുപക്ഷവുമായിട്ടുള്ള മോഡിയും ഇടതുപക്ഷവുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം സേഫായി ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിന്റെ അറസ്റ്റ് ചെയ്തതിനൊക്കെ കൂടുതൽ പീഡിപ്പിച്ചല്ലോ. 52 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട്. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്താലും ഒന്നുമില്ലാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. 52 മണിക്കൂർ. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, വൺ അറ്റ് ടൈം. ഒരാൾ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രാജ്യദ്രോഹ കുറ്റമാണ്, എല്ലാവർക്കും അറിയാം. സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിന് ആ ഓഫീസ് ദുരുപയോഗം ചെയ്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി ജയിലിൽ പോയി 2 വർഷം. കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തോ? നോട്ടീസ് അയച്ചോ? അദ്ദേഹത്തിന് മറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് നോട്ടീസ് അയച്ചിട്ട് എവിടെ പോയി? കെ സുരേന്ദ്രനെതിരായി വന്ന കുഴൽപ്പണ കേസ് ആവിയായി പോയില്ലേ? ഇപ്പോൾ നടന്നു ലൈഫ് മിഷൻ കേസ്. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ച് തെറ്റായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അതെന്ത് ചെയ്തു? അപ്പം ഇതെല്ലാം കൂടി വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും BJPയും കേരളത്തിലെ CPMും തമ്മിൽ ധാരണയുണ്ടെന്നുള്ള വ്യക്തമല്ലേ? അത് തുറന്ന് കാര്യങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെടുന്നു കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഹാലിളകിയിട്ടുള്ളത്. അത് വേറൊരു കാര്യം. അതല്ല കേരളത്തിൽ അല്ല. ആരാണ് ED വിളിച്ചുകൊണ്ട് വന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ആരാ ED ഞങ്ങളാ പറഞ്ഞത്? കേരളത്തിലെ മുഖ്യമന്ത്രി കത്തെഴുതി. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു മോഡിയായിട്ടുള്ള ബന്ധം ശക്തമായതുകൊണ്ട് ED വന്നാലും അദ്ദേഹത്തിനൊന്നും പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം കത്തെഴുതി ഇവിടെ വന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ED വന്നത്. അല്ലേ 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 മുഖ്യമന്ത്രി അല്ലേ കത്തെഴുതിയത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്? CBI അന്വേഷണത്തെ തുടർന്ന് പിന്നെ ED ആണ് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കത്തെഴുതി ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ വേണം.